അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഹംസ റളിയല്ലാഹു അൻഹു പറയാണ്, ബായഅത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കച്ചവടം, ഒരു ഇടപാട് നടത്തി. അങ്ങനെ ആ ഇടപാട് കയ്യലോടുകൂടെ ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ച് പണം ഞാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു. കരുതി കൊണ്ടുവന്ന പണം അത് മതിയായില്ല, തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ മുത്തുനബിക്ക് ഇനി കുറച്ച് പണം കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ പോയി ആ പണക്ക് ശേഖരിച്ച് തങ്ങളെ കയ്യിൽ ഞാൻ എത്തിക്കാം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സമ്മതിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ പോവുകയും, അങ്ങനെ ബഹുമാനപ്പെട്ടവർ പോയതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ വേറെന്തോ ഒരു വിഷയത്തിൽ ശുഗലായതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഇതങ്ങനെ മറന്നുപോയി. ഞാൻ അവിടെ മുത്തുനബിയെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ വേഗം പോയി മുത്തുനബിക്ക് പണം കൊടുക്കണമെന്നുള്ള വിഷയം ബഹുമാനപ്പെട്ടവർ അതോടുകൂടെ മറന്നുപോയി. ആ വിഷയം ബഹുമാനപ്പെട്ടവർ വിട്ട്. അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവരിങ്ങനെ ഓർക്കുകയാണ്, 2-3 ദിവസത്തിനു മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു ഇടപാട് നടത്തിയിട്ട് ഞാൻ മുത്തുനബിക്ക് കുറച്ച് പണം കൊടുക്കാൻ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിർത്തിയിട്ടല്ലേ, മുത്തുനബിയോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാനിത് മറന്നുപോയല്ലോ, എന്തൊരവസ്ഥയായിപ്പോയി എന്ന് കരുതി ബഹുമാനപ്പെട്ടവർ ആ ആവാനുള്ള പണങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് മുമ്പ് എവിടെയാണോ ഇടപാട് ചെയ്തത്, മുത്തുനബിയെ എവിടെ നിൽക്കാനാണോ പറഞ്ഞത്, അവിടത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓടി വരികയാണ്. നോക്കുമ്പോൾ അത്ഭുതം, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ അതിശയപ്പെടുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടപാടെ ബഹുമാനപ്പെട്ടവർ വിഷമിച്ചു, വേജാരിലായിപ്പോയി. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മറന്നുപോയതാണ് എന്ന്. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് ചൂടാവുകയോ അദ്ദേഹത്തിനോട് വിഷമം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യാതെ അവിടെ നിന്ന് പറഞ്ഞുപോയി, അല്ല, ഇവിടെ കുറെ നിന്നെ കാത്തു നിൽക്കേണ്ടി വന്നല്ലോ എന്നൊരു വാക്കല്ലാതെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊന്നും അവിടെ പറഞ്ഞില്ല. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത് മുത്തുനബിയുടെ ഹുസ്നുൽ ഖുൽഖ്, ആ നല്ല സ്വഭാവത്തിൽപ്പെട്ട ഒരു നല്ലൊരു സ്വഭാവമാണ്. എന്തിനാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നത്? പണത്തിന് കൊതിച്ചിട്ടല്ല, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് അതിന് കൊതിച്ചിട്ടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനെ തേടിക്കൊണ്ട് നോട്ടു പോകുമായിരുന്നു. പക്ഷേ അതല്ല, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നിൽക്കാൻ എന്നോട് പറഞ്ഞിട്ടേ, അപ്പോൾ ആ വാക്ക് പാലിക്കലാണ് അതേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് വാക്ക് പാലിക്കുക. എവിടെയാണ് മുത്തുനബി നിൽക്കാൻ പറഞ്ഞത് അവിടെ നിന്നിരിക്കും. മുത്തുനബി ഒരു വിഷയം വാക്ക് കൊടുത്തതുപോലെ ആ വിഷയങ്ങളൊക്കെയും മുത്തുനബി കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെയും മുത്തുനബി പണം കൊതിച്ചിട്ടല്ല, അദ്ദേഹം ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഇനി അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിനൊക്കെ വിഷമമാകുമോ എന്ന് കരുതിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2-3 ദിവസം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു എന്ന് ചരിത്രകാരർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. അതാണ് മുത്തുനബിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം മാതൃകയാക്കേണ്ട വലിയൊരു സ്വഭാവമാണ് വാക്ക് കൊടുത്തതുപോലെ പാലിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം റാഹത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.